ബ്രിഗേഡ് മോഹനപിള്ള, ഇവിടെ മനുഷ്യസാധ്യമായതിന്റെ പരമാവധി ഇത്തരത്തിൽ ഇവരെ കണ്ടെത്താൻ വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആൻസർ, ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഈ മണിക്കൂറിൽ, ഈ ദിവസങ്ങളിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാവോ ബ്രിഗേഡ് മോഹനപിള്ള? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോഴത്തെ ആർമി ലീഡർഷിപ്പ് എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അത് ഒരു പോസിറ്റീവായിട്ടാണ്. കാര്യം ഇന്റേണലി ഉള്ളിലുള്ള കംപ്ലീറ്റ് ANE ആൻറ്റി നാഷണൽ എലമെൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുക, അവരെ സെപ്പറേറ്റ് തിരഞ്ഞു പിടിച്ച് എലിമിനേറ്റ് ചെയ്യുക. അതായത് അത് പണ്ട് മുതലേ നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആർമി ചീഫ് ഒക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി തരുന്ന ഒരു ഡിസിഷനാണ്. ഇഫ് എനിബഡി വിത്ത് എ വെപ്പൺ ഷൂട്ട് ഹിം ഡൗൺ, ദർ ഇസ് നോ നീഡ് ഓഫ് ഹാൻഡിങ് ഓവർ ടു ദ പോലീസ്. ഒരു കാര്യവുമില്ല. ഇഫ് എനിബഡി വിത്ത് എ വെപ്പൺ ഹി ഈസ് എ ടെററിസ്റ്റ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. അവൻ വെപ്പണും കൊണ്ട് വരുന്നവൻ ഒരിക്കലും ഗാന്ധി മാർഗം വരാനായിട്ട് വരുന്നതല്ലല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ലൈഫ് വിൽ ബി അറ്റ് സ്റ്റേക്ക്. അതുകൊണ്ട് ആ ഒരൊറ്റ പോളിസി മാത്രം മുന്നോട്ട് കൊണ്ടുപോയി ആ ടോട്ടലി ഇപ്പോൾ ഒരു കാര്യം ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ ആക്ഷൻസ് കാണുന്നു. അത് കാണുന്നു പറഞ്ഞാൽ ഗവൺമെന്റിനെ വിമർശിക്കുമല്ല. കാര്യം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ LET കമാൻഡർ വരുന്നു, കുറെ ആൾക്കാർ, ഒത്തിരി ടെററിസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുവരെ എന്തായിരുന്നു നടന്നത് കുറെ നാളുകളിലേക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആക്ഷൻ കൂടുതൽ നടക്കുന്നത്. ഇത് നേരത്തെയും ആകാമായിരുന്നു, ഒരു സംശയവുമില്ല. അപ്പം എന്തൊക്കെയോ ഒരു ലാപ്സ് ഉണ്ടായി. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മെയിൻ പോയിന്റ്, ഞാൻ അത് ഓപ്പണായിട്ട് എല്ലാ ചർച്ചയിലും പറയാറുള്ളതാണ്. അന്നും മിസ്റ്റർ സന്ദീപ് എനിക്ക് എതിരായിരുന്നു. ഞാൻ അഗ്നിവീർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഫേസ് എ മേജർ ചലഞ്ച് ബിക്കോസ് ഓഫ് അഗ്നിവീർ. അന്നേരം എല്ലാവരും എന്നെ ഓപ്പോസ് ചെയ്തു. അന്ന് ജനറൽ ബക്ഷി ഓഫ് കോഴ്സ് ഹി വാസ് അഗൈൻസ്റ്റ് അഗ്നിവീർ. അത് തീർച്ചയാണ്. ഈ ഒരൊറ്റ കാര്യങ്ങളാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ആഷ്മി ഒരേ ഒരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബലൂചിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് മെയിനായിട്ട്. കാര്യം അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ദേ വിൽ നെവർ ബി വിത്ത് അസ് US. ദാറ്റ് ഈസ് 100% ഷുവർ. അതുകൊണ്ട് അത് ഒരു സൈഡിൽ ഇതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആംഗിളിൽ പോവുക. അതുപോലെ സെലക്റ്റീവ് ടാർഗറ്റ്, ഫുൾ ഫ്ലെഡ്ജ് വാർ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ആസ് ഓഫ് നൗ. സെലക്റ്റീവ് ടാർഗറ്റ്, ഇപ്പൊ സെലക്റ്റീവ് ടാർഗറ്റും അല്പപ്രയാസമാണ്. കാര്യം അവർക്ക് 2 ബാലാക്കോട്ടും അതുപോലെ സർജിക്കൽ സ്ട്രൈക്കും കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നേരത്തെ തന്നെ ബൗണ്ടറിയിലുള്ള റേഞ്ചേഴ്സിനെ പുൾ ബാക്ക് ചെയ്തിട്ട് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കാമാൻ കൂളായിട്ട് നിൽക്കുന്നത്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. അതാണ് നമ്മൾ നോക്കുന്നത്.